ഹായ്, ഒരു യുവ കലാകാരനെ കൂടി പരിചയപ്പെടുത്തണം. നിങ്ങൾക്ക് ഒരു പല വെബ് സീരീസ് പോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതാണ് പാൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സീരീസ്. ആ സീരീസിലൊരു പ്രധാന മുഖമായിട്ട് മാറിയിട്ടുള്ള ഗോകുലാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഗോകുലിൻ്റെ ഈ മുഖം നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഗോകുലിൻ്റെ വിശേഷങ്ങൾ, ഗോകുൽ 2 സിനിമകളിലോളം ചില ഷോർട്ട് ഫിലിമുകൾ, അതായത് വ്യസന സമേതം എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഏറെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി നിൽക്കുന്ന പാൻ ഇന്ത്യ എന്ന് പറയുന്ന ആ സീരീസിലെ ഒരു പ്രധാന മുഖം. അപ്പോൾ ഗോകുലെ, എന്താണ് ഈ ഒരു സിനിമ അല്ലെങ്കിൽ കലാകാരൻ എന്ന നിലയ്ക്ക് അഭിനയിക്കാൻ വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നോ? അഭിനയിക്കാനാണ് താല്പര്യം. കൂടുതലും സിനിമ ചെയ്യണം, സിനിമയിൽ അഭിനയിക്കണം എന്നൊരു താല്പര്യമാണ് ഇങ്ങനെ പണ്ടോട്ടേ മനസ്സിലുള്ളത്. അങ്ങനെയാണ് വിഷ്ണു ഗോപാൽ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട് നമ്മളവിടെ. അപ്പോൾ ആ ചേട്ടൻ ഇപ്പോൾ ഗ്രൂമറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേട്ടനാണ് ആദ്യമായിട്ട് ക്യാമറയിലേക്ക് എന്നെ മുമ്പിൽ എത്തിക്കുന്നത്. ചേട്ടൻ്റെ മേസ്തിരി കൽപ്പിലാണ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്ത് അതിൽ കണ്ടിട്ടാണ് നമ്മളെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ സിനിമ ചെയ്ത വിപിൻ ചേട്ടൻ വിളിക്കുന്നതും. അങ്ങനെ ചേട്ടൻ്റെ ഷോർട്ട് ഫിലിം 5 സഞ്ചാന്യം എന്ന ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ അവസരം കിട്ടി. പിന്നെ അവിടെ നിന്നാണ് ഇപ്പോൾ പാൻ ഇന്ത്യയിലോട്ട് അഭിനയിക്കാനായിട്ട് അങ്ങനെ റീലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഠനകാലത്തൊക്കെ അഭിനയത്തിലൊക്കെ ഉണ്ടായിരുന്നു? ഉണ്ട്. നാടകം, അത് വീഡിയോസ് അല്ല, നാടകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴും കോളേജിൽ, ഞാൻ ഇപ്പോൾ കോളേജിലാണ്. അപ്പോൾ ഏത് കോളേജിലാണ്? ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ മലയാളം MA. അപ്പോൾ ഇപ്പോഴും അങ്ങനെ നാടകം പരിപാടികളൊക്കെ ഉണ്ട്. അഭിനയമാണ് പ്രധാനപ്പെട്ട. അതെ. ഒരു ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടെ? ഈ പാൻ ഇന്ത്യ എന്ന് പറയുന്നതാണല്ലോ ഇപ്പോൾ വെബ് സീരീസിൽ ഒരുപക്ഷെ ഗോകുലിന് കുറെ കൂടി റീച്ച് എത്തിച്ചിരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫേസ് കുറെ കൂടി ഫെമിലിയർ ആക്കിയിരിക്കുന്നത് ആണെന്ന് തോന്നുന്നല്ലോ. അതെ. എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടെ? അത് സിനിമയാണ്, വ്യസന സമേത ബന്ധുമിത്രാദികളിൽ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ശരത്ത് എന്ന് പറയുന്ന ചേട്ടൻ ആ സിനിമയിലുണ്ട്, വ്യസന സമേതത്തിൽ. നമ്മളെ പാൻ ഇന്ത്യയിലുള്ളതാണ്. അപ്പോൾ ആ ചേട്ടൻ മുഖേനയാണ് ഞാൻ പാൻ ഇന്ത്യയിലോട്ട് എത്തുന്നത്. അങ്ങനെ അവരുമായിട്ടൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ ഇപ്പൊ റീലുകൾ ചെയ്യുന്നു. റീലുകളും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതെ. അതുപോലെ ഇപ്പൊ തന്നെ നമ്മളിപ്പോ ഈ കോട്ടൂർ വരുമ്പോൾ പോലും അവിടെ ഉള്ളവർ പോലും ഗോകുലിനെ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ എന്താണ് എക്സ്പീരിയൻസ്? അങ്ങനെ ഒരു 1-2 സീരീസോട് കൂടി താരമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാവുന്നുണ്ടോ? അതെ, ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ വരുമ്പോഴൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ അറിയുന്നു, ചിരിക്കുന്നു. പുറത്തിറങ്ങുമ്പോൾ ചോദിക്കാറുണ്ടോ ക്വസ്റ്റ്യൻ? അങ്ങനെ ചോദ്യങ്ങളൊന്നുമില്ല, ചിരിക്കും കൈയെടുത്തൊക്കെ കാണിക്കാം. ഭയങ്കര സന്തോഷമുണ്ട്. ആഗ്രഹിക്കുന്ന ചില മൊമെന്റ്സ് നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. പുതിയ ഏതെങ്കിലും സിനിമയുടെ അതിന് ശേഷം ഒരു പ്രോജക്റ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അടുത്ത സ്ക്രിപ്റ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, വിപിൻ ചേട്ടൻ്റെ തന്നെ. അപ്പോൾ അതിങ്ങനെ അതിന്റെ പരിപാടികൾ ബാക്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇനിയും നല്ല നല്ല അവസരങ്ങൾ വന്നാൽ അഭിനയിക്കാനാണ് താല്പര്യം? അതെ, ഉറപ്പായിട്ടും. അപ്പോൾ ഇതാണ് ഗോകുലിന്റെ വിശേഷങ്ങൾ. ഗോകുൽ ഒരു പ്രോമിസിംഗ് ആണ് വരും കാലഘട്ടത്തിൽ. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ കോട്ടൂർ വന്ന സമയത്ത് പോലും ചിലരൊക്കെ വന്നിട്ട് മറ്റേ സീരീസിൽ അഭിനയിക്കുന്ന ആളല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതാണ് വരും കാലങ്ങളിലുള്ള പ്രതിഭകളാണ്. അപ്പോൾ കോട്ടൂർ നമ്മൾ വന്ന സന്ദർഭത്തിൽ ഇവർ ഒപ്പം ഉണ്ടായിരുന്നു. അവരുടെ എന്താണ് വിശേഷങ്ങൾ എന്നുള്ള ചെറിയ വാക്കുകൾ നിങ്ങൾ അറിയിച്ചെന്നുള്ളൂ. ഓക്കെ, ബൈ.